ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോറി, ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ആഫ്റ്റർനൂൺ ആയി. ഞാനിന്ന് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ വന്ന ശേഷം ഞാൻ കിടന്നുറങ്ങിയതായി ഇപ്പോൾ എണീറ്റുള്ളൂ. പക്ഷേ ഞാൻ എണീക്കേണ്ട സമയമൊന്നും ആയിട്ടില്ല. ഞാൻ 3 മണിയാകുമ്പോഴാണ് എണീക്കേണ്ടത്. പക്ഷേ ഇന്ന് ഒരു മൂവിക്ക് പോകാമെന്ന് ഹസ്ബൻഡ് പറഞ്ഞുകൊണ്ട് എന്നാൽ ഓക്കെ ശരി ഞാനും വരാമെന്ന് പറഞ്ഞ് ഞാനൊരു 1:30 ആയപ്പോൾ എണീറ്റു. ഉറക്കം അങ്ങോട്ട് തീരെ ശരിയായിട്ടില്ല. മുഖത്തത് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് റെഡി ആയിട്ട് വരാം കേട്ടോ. ഗൈസ്, എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ട്. എൻ്റെ ഹസ്ബൻഡ്, അതായത് ഈ വ്യക്തി ഒന്ന് തല കുനിക്ക്, ഹൈറ്റ് കൂടുതലാണ്, എന്നെ ലിപ്സ്റ്റിക് ഇടാൻ സമ്മതിക്കുന്നില്ല. പറയൂ, ഞാൻ ലിപ്സ്റ്റിക് ഇടുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വളരെ കുഴപ്പമുണ്ട്. നമ്മള് ഒരു മൂവിക്കൊക്കെ പോകുമ്പോ ഒന്നാമത് ഒരാളുടെ കോൺഫിഡൻസ് പറയുന്നത് അയാളുടെ ലിപ്സ്റ്റിക് ആണെന്ന് പറയുന്നത് ആ ഒരു ഇത് തെറ്റായ ഒരു തീരുമാനമാണ്. കാരണം ഒരാളുടെ കോൺഫിഡൻസ് പറഞ്ഞത് അവരുടെ കഴിവാണ് അവരുടെ കോൺഫിഡൻസ്. ഒരാളുടെ ലിപ്സ്റ്റിക് ഇടുന്നത് ഒരാളുടെ കോൺഫിഡൻസ് ആണെന്ന് ഒരാളും പറയില്ല. പറഞ്ഞത് മണ്ടത്തരമാണ്. അങ്ങനെ പറഞ്ഞ ഒരാളുടെ അവളാണ്. ഹലോ, അങ്ങനെ ഓൾമോസ്റ്റ് റെഡി ആയിട്ട് കഴിഞ്ഞു. ഓൾമോസ്റ്റ് അല്ല, ഫുള്ളായിട്ട് റെഡി ആയിട്ട് കഴിഞ്ഞു. ഞാൻ ബാഗ് എടുക്കുന്നുണ്ട്. ചിലപ്പോൾ ഇനി മൂവി കണ്ടു കഴിഞ്ഞിട്ട് എനിക്കിനി സമയം ഇല്ലെങ്കിലോ എന്ന് ഓർത്ത് ചിലപ്പോൾ അവിടെ നിന്ന് തന്നെ ഞാൻ ഡ്യൂട്ടിക്ക് കയറും. അപ്പോൾ ഓക്കെ, നമുക്കിനി ബാക്കി കാണാം കേട്ടോ. കമോൺ, കയറട്ടെ. Gives us everything, like ice. നമുക്ക് റിവ്യൂ പറഞ്ഞല്ലോ. പറയൂ, പറയൂ. വളരെ സീരിയൽ പോലത്തെ അഭിപ്രായമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എങ്ങനെയുണ്ട് റിവ്യൂ? എങ്ങനെയുണ്ട് കേട്ടാ? റിവ്യൂ പറ കേട്ടാ, പറയൂ. നിങ്ങക്ക് പറയാം, എന്താണ് പറയാനുള്ളത്? സിനിമ വളരെ ഇത് 2 പ്രാവശ്യം കണ്ട വ്യക്തിയാണ് ഈ നിൽക്കുന്നത്. എന്നൊക്കെ അവൻ പറയുമെങ്കിലും എനിക്ക് വളരെ മോശമായിട്ട് തോന്നിയത്. ഒരു സീരിയലിന് മുമ്പിൽ എങ്ങനെ ഇരിക്കണ്ടോ അതേ അഭിപ്രായം. വളരെ മോശമായി തോന്നി. അങ്ങനെയൊന്നുമല്ല, അടിപൊളി പടം, നല്ല പേടിക്കാനും നല്ല അടിപൊളി പടം. സീരിയൽ കാണുന്ന ആൾക്ക് അത് അടിപൊളിയായി തോന്നി. ഇഷ്ടായ? എനിക്ക് ഇഷ്ടമായില്ല. നമ്മളിപ്പോ തുടങ്ങാൻ പോണത് ആ സിനിമയുടെ റിവ്യൂ ആണ്. എന്താ അതിന്റെ പേര്? നൈസിറയുടെ റിവ്യൂ ആണ് പറയുന്നത്. അത് പ്രൊഡ്യൂസർ നല്ല ലാഭമായിട്ട് കളിച്ചിട്ടുണ്ട്. കാരണം വലിച്ചു നീട്ടി നല്ല അടിപൊളി സീരിയല് ടച്ചപ്പിലാക്കി എടുത്തിട്ടുണ്ട്. വലിച്ചു നീട്ടിയിട്ടൊന്നുമില്ല, ചെറുതായിട്ട് വലിച്ചു നീട്ടി. ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞു, നന്നായി വലിച്ചു നീട്ടിയിട്ടുണ്ട്. കാരണം പ്രൊഡ്യൂസർക്ക് ലാഭമായി. കാണാൻ വരുന്ന ഒരാളുടെ ടിക്കറ്റ്, നമ്മുടെ ടിക്കറ്റ് എത്ര? 150 രൂപ നഷ്ടമായി എന്ന് പറഞ്ഞാൽ നഷ്ടമായി. കാരണം പ്രൊഡ്യൂസർക്ക് ലാഭം വെച്ച ഒരു സീൻ തന്നെ വലിച്ചു നീട്ടി ഫുള്ളായിട്ട്. അങ്ങനെയൊന്നുമില്ല, നമുക്ക് പേടിക്കാൻ കുറച്ച് പേടിക്കാനുണ്ട്. അതിലിപ്പോ എന്താണ്? നർമ്മ ചേച്ചിക്ക് ഇത് എന്താ പറയുക? അഭിനയം സൂപ്പർ അല്ലേ? അഭിനയം ഓക്കെ, പക്ഷെ ഇത്ര വലിച്ചു നീട്ടേണ്ട ലാഗോ വലിയ കാര്യമായിട്ടുള്ളതൊന്നുമല്ല. അത് പോസ്റ്റ് നിൽക്കണം. എന്താ ആ അതെ, നർമ്മ ചേച്ചിക്ക് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടാവും? ഇവര് 3 പേരും ഒറ്റക്കെട്ട്, അതുകൊണ്ട് എനിക്കത് ബാധിച്ചിട്ട് ആകെ ഇഷ്ടപ്പെട്ടത് ജിത്തുവിന് മാത്രമേ ഉള്ളൂ. ബാക്കി കണ്ടവര് അഭിപ്രായം പറയുക. ഓക്കെ. അങ്ങനെ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് ഞാൻ എന്താ ഡ്യൂട്ടിയിലേക്ക് കയറി. അപ്പം തന്നെ ഒരു 6:30 ആയിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ പോയിട്ട് എൻ്റെ സ്കൂട്ടി എടുത്തിട്ടാണ് ഞാൻ വന്നത്. 6:30 ആയി, എന്നാലും ഇനി അരമണിക്കൂർ ബാക്കിയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ശരി ക്യാൻറ്റീനിൽ കയറിയിട്ട് എന്തെങ്കിലും ചായ കുടിക്കാമെന്നാണ് ആദ്യം ഓർത്തത്.
എന്നാൽ പിന്നെ വേണ്ട, ചായ വേണ്ട, നമുക്ക് സൂപ്പ് കുടിക്കാമെന്ന് ഓർത്തു. അങ്ങനെ ഞാനൊരു ചിക്കൻ സൂപ്പ് ഓർഡർ ചെയ്ത് അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെ 7 മണിയായി. നമ്മുടെ കൂടെ വർക്ക് ചെയ്യണ കൊളീഗും ഉണ്ടായിരുന്നു ചായ കുടിക്കാൻ. എൻ്റെ ചാനലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എൻ്റെ ചാനലിനെ കുറിച്ചിട്ട് ഇത്ര കൂടെ ചാനൽ വേറെ ഒന്നുമില്ല. എന്താ നമ്മൾ എന്താ സാധനങ്ങൾ വാങ്ങിച്ച് ഫുഡ് കഴിക്കാൻ പോകും. ഉപ്പാണ് നീനത് ഇരുന്നല്ലേ മാറ്റിക്കൊടുത്ത് എന്താ ഭംഗി, എന്താ ഭംഗി. എന്ത് ഭംഗി ആണ് ഞങ്ങളുടെ തങ്കപ്പെട്ട ചേച്ചി. ഞങ്ങളുടെ ലിഫ്റ്റ്. ഇതാണ് ഞങ്ങളുടെ സ്വന്തം കോർഡിനേറ്റർ, സോറി PRO ഷിജിമോൾ. ചേച്ചി ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ചായ കുടിക്കാൻ പോവാണ്. ഇപ്പോൾ സമയം എത്രയായി രശ്മി? ഇതിപ്പം 2ാമത്തെ ചായയാണ് ഈ വ്യക്തി കുടിക്കുന്നത്. ഇപ്പം സമയം 1:30 അല്ലേ? 1:14. ഓക്കെ, സോറി, 1:14 ഞങ്ങൾക്ക് ഉറക്കമില്ല. ബിക്കോസ് എന്തുകൊണ്ടാണ്? ഞങ്ങൾ നൈറ്റ് ഡ്യൂട്ടിക്കാരാണ്. എന്നിട്ട് നടന്ന് ഭംഗിയില്ല ഞങ്ങൾ ഇരിക്കണേ. ഉറക്കപ്പിച്ചേ ഇല്ല. ഇന്ന് വരുവാണെങ്കിൽ കുരുങ്ങി കട്ടൻ ചായ. പറഞ്ഞതൊന്നുകൂടെ പറയൂ. ചായന്റെ കണക്ക് പറയൂ. ചായ കയറുന്ന സമയത്ത് വരണം. കയറി കഴിഞ്ഞാൽ തന്നെ ഏരിയയിലുള്ള കട്ടൻ കാപ്പി. അപ്പൊ 2. പിന്നെ ഇവിടെ വീണ്ടും വന്നു. അപ്പൊ 3. ഇതോ? വെരി ഗുഡ്. ചായ പ്രാന്തിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താ നീ പറഞ്ഞ? ഞാൻ ഇതിടും. ഹലോ, അപ്പൊ ഇതോടെ ഞാൻ എന്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പറയൂ, ഒരു ബൈ കൊടുക്കൂ. ബൈ ബൈ ബൈ. ബൈ. ആരും